മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തൃശൂർ കൂർക്കഞ്ചേരിയിൽ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മുറിവ് പറ്റിയ യുവതിക്ക് വോട്ട് നിഷേധിച്ചതായിട്ടുള്ള പരാതി നമ്മൾ നേരത്തെ തന്നെ ആ വാർത്ത നൽകിയിരുന്നു. മുറിവ് കെട്ടിവെച്ചതിനാൽ മഷി പുരട്ടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിനാൽ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞതായിട്ടാണ് ആരോപണം. ഇതിന് പിന്നാലെ LDF പ്രവർത്തകരും പ്രിസൈഡിംഗ് ഓഫീസറും തമ്മിൽ അവിടെ വാക്കേറ്റവും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്കാണ് PS സുനിൽകുമാർ അടക്കമുള്ള LDF നേതാക്കളൊക്കെ സംഭവ സ്ഥലത്തുണ്ട്. അല്ല, ACPക്ക് ഇതിനകത്ത് കൃത്യമായി ഇടപെടണം. കളക്ടർ പറഞ്ഞ കളക്ടറാണ് ഏറ്റവും വലുത്, അവരല്ല വലുത്, അവരെ വലുതെന്ന്. ഞങ്ങൾ എത്ര തവണ എത്ര നേരം സാറിന്റെ എത്ര നേരം പിന്നെ എത്ര നേരം നിങ്ങൾ കാത്തിരിക്കണം? സർക്കിൾ ഇൻസ്പെക്ടർ പോയിട്ട് എത്ര നേരം സംസാരിക്കുന്നത്? 2 മണിക്കൂറായി. ഇന്ന് കളക്ടർ പറഞ്ഞിട്ട് സാർ പറഞ്ഞാൽ പിന്നെ എന്ത് സംസാരിക്കുന്നത്? 6 മണി കഴിഞ്ഞാൽ കുറേ പ്രശ്നമുണ്ട് സാറേ. 6 മണി കഴിഞ്ഞാൽ മൈക്കോൺ ചെയ്താൽ മാത്രം താഴ്ത്തണ്ടേ? നല്ല മൈക്കോണാ നോക്കി ഞാൻ അങ്ങനെ കൊടുക്കണേ താഴ്ത്തണ്ടേ? ഈ കുട്ടി 1 മണി എന്തെങ്കിലും പുറത്തുവിടില്ല. അവരോട് പുറത്തേക്ക് ഇറങ്ങട്ടെ, കാണിച്ചത് അത്രയ്ക്ക് അഹങ്കാര. ഡോക്ടർ വന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. LDF പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. പ്രത്യേകിച്ച് മനുഷ്യത്വരഹിതമായ ലെവിൻ കെ വിജയനാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, എന്തായാലും അവിടെ കാര്യങ്ങൾ ഒരു സംഘർഷത്തിലേക്കൊക്കെ നീങ്ങിയിരിക്കുന്നു. LDF നേതാക്കൾ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. പോലീസുമായി ഇവർ വാക്കേറ്റം ഉണ്ടാകുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ എന്താണ് ഇപ്പോഴും പ്രിസൈഡിംഗ് ഓഫീസർ ഈ ഒരു വോട്ടെടുപ്പ് നടത്താൻ അനുവദിക്കാത്തത്? അവരെന്താണ് കാരണമായി പറയുന്നത്? ഇപ്പോൾ ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും റിട്ടേണിംഗ് ഓഫീസർ ഇവരുടെ സീനിയർ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടും ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനമാണ് പ്രിസൈഡിംഗ് ഓഫീസർ മഞ്ജുജിയുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF പ്രവർത്തകരും നേതാക്കളും അടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തി ഈ കാര്യം ഉന്നയിക്കുകയും കളക്ടർ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും പ്രിസൈഡിംഗ് ഓഫീസറുടെ നിലപാടിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ 1 മണി മുതൽ ആ യുവതി, ഇപ്പോൾ അക്ഷയ കൂർക്കഞ്ചേരി സ്വദേശിനിയാണ്, കുട്ടിയുമായി തൻ്റെ ചെറിയ പ്രായമുള്ള കുട്ടിയുമായാണ് ഇവിടെ എത്തിയത്. അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തുടരുകയായിരുന്നു. കയ്യിൽ മുറിവുണ്ട്, അത് സൂചിപ്പിക്കുന്ന പ്രിസ്ക്രിപ്ഷനും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും എക്സ്റേകളും അടക്കം ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ടും അല്ലെങ്കിൽ ഈ പ്രിസൈഡിംഗ് ഓഫീസറെ കാണിച്ചിട്ടും അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ യുവതിയുടെ സർട്ടിഫിക്കറ്റുകൾ മറ്റും പരിശോധിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ടുള്ള അവരുമായി സംസാരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ആ ഉദ്യോഗസ്ഥയുമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമീപകാലത്ത് നമ്മൾ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷേപത്തിൻ്റെയോ പരാതിയുടെയോ പേരിൽ ബൂത്ത് ഏജന്റുമാരോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ ആക്ഷേപമോ ചലഞ്ച് ചെയ്യുകയോ മറ്റോ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇത് സ്വമേധയാ ഒരു പരാതിയും ഇല്ലാതെ തന്നെ മറ്റ് ആവശ്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആവശ്യപ്പെട്ടിട്ടും ഇതേ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ യുവതി അക്ഷയയുടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അക്ഷയയുടെ പിതാവാണല്ലോ. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയാമോ? 1:30 വന്നാണ് വോട്ട് ചെയ്യാൻ. അപ്പൊ കൈക്ക് മുറിവുണ്ടായിരുന്നു. മുറിവ് കാരണം വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെടുത്ത് തുറന്ന് കാണിക്കാന്ന് പറഞ്ഞു. തുറന്ന് കാണിച്ചാലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാ ഇവിടുത്തെ ഓഫീസർ പറഞ്ഞു. മുറിവ് എങ്ങനെ സംഭവിച്ചതാണ്? മിക്സിയുടെ ജാറിന്റെ ഉള്ളിൽ പെട്ടിട്ട് 15 സ്റ്റിച്ച് ഇട്ടുണ്ട്. 15 സ്റ്റിച്ച് ഇട്ടുണ്ട്. എന്താണ് ഈ ഉദ്യോഗസ്ഥർ അവര് കളക്ടർ അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടല്ലോ, അവരെന്തുകൊണ്ടാണ് അത് ഇവിടുത്തെ സാറ് സമ്മതിക്കില്ല. എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാരണം അവർ പറയുന്നുണ്ടോ? ഇല്ല, അത് അയച്ചു കാണണം, അവർക്ക് ബോധ്യപ്പെടണം എന്നാ പറയുന്നേ. ഇപ്പൊ കളക്ടർ വന്ന് പറഞ്ഞിട്ടും കൂട്ടാക്കളില്ലേ. LDF നേതാവായിട്ടുള്ള VS സുനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതുപോലെ ഒരു വൃത്തികെട്ട, ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് വിഷമമുണ്ട്. ഇത്രയും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഏതോ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണ്.
അവര് ഈ പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി 2.5 വയസ്സായ കുട്ടിയുമായി വന്ന് 1 മണിക്ക് അവരുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്തതിനു ശേഷം എന്നിട്ട് പോലും വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്ത് നിയമമാണ്? എന്ത് ഡിസ്ക്രിപ്ഷൻ ആണ് അവർക്കുള്ളത്? ഇവർക്കൊരു ഡിസ്ക്രിപ്ഷനും ഇല്ല. വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ നിയമം. വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ അവർക്കില്ല. ഇവർക്ക് ഐഡന്റിറ്റി ജെനുവിൻ അല്ലെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ കഴിയുള്ളൂ. ഐഡന്റിറ്റി ജെനുവിൻ ആണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രൈമറി ഡ്യൂട്ടി വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പകരം വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കുകയാണ്. വരണാധികാരി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അവര് നേരിട്ട് റിട്ടേൺ കൊടുക്കാൻ പറയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ഞാൻ രത്തൻ യു കേൽക്കറെ നേരിട്ട് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറോട് ഉത്തരവിട്ടു. അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ പറയുന്നത് എന്റെ ഡിസ്ക്രിപ്ഷനാണ്, ഞാൻ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യുന്നതാണ്. മറ്റ് പ്രിസൈഡിംഗ് ഓഫീസർ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർ കുറച്ചേരം നിൽക്കട്ടെ എന്നാണ്. ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ അധികാരം? ഈ പ്രിസൈഡിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണോ? പ്രിസൈഡിംഗ് ഓഫീസറെ വോട്ട് അനുവദിച്ചാൽ മാത്രം പോരാ, ഇവരെ സസ്പെൻഡ് ചെയ്യണം. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം. 2.5 വയസ്സായ കുട്ടിയെ 1:30 മണി മുതൽ 5 മണി വരെ ഭക്ഷണം വെള്ളമില്ലാതെ ഇവിടെ ഇരുത്തിയതിന്റെ പേരിൽ അവർക്കെതിരായി മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം. നിങ്ങളടക്കം നിങ്ങൾ സംസാരിച്ച അവരുടെ നിലപാട് എന്താ ഇക്കാര്യത്തിൽ? നിങ്ങൾ സംസാരിച്ചപ്പോൾ എന്താ? അവർ പറഞ്ഞ എന്റെ ഡിസ്കഷൻ ആണെന്നാണ്, എന്റെ തീരുമാനമാണ്, എനിക്ക് ബോധ്യപ്പെടുന്നതാണ്. മെഡിക്കൽ രേഖകൾ കാണിച്ചു, എക്സ്റേ കാണിച്ചു, ഡോക്ടർമാരുടെ വന്നിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. അവര് പറയുന്നത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂടിക്കെട്ടിയിരിക്കുന്ന തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. എക്സ്റേ പോരാന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്താലും പറ്റില്ല എന്ന് പറയാണ്? ഇതെന്താണ്? ഇത് എന്താണ് ഡിസ്ക്രിപ്ഷൻ? എന്താണ്? ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല. ഇവിടെ ഒരു മെഡിക്കൽ ബോർഡുണ്ട്, ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർമാർ വന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിട്ടില്ല. ഇതുവരേക്കും പറഞ്ഞിരിക്കുകയാണ് ഇതിൽ പ്രിസൈഡിംഗ് ഓഫീസർ എന്ത് തീരുമാനം? സ്വാതി, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വരികയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഫോണിൽ നിർദ്ദേശിക്കുകയും ജില്ലാ കളക്ടർ വരണാധികാരി അടക്കം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ആ യുവതിയെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ ഈ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള ഈ മഞ്ജു ജി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ അക്ഷയയോട് അവിടെ സംസാരിച്ചതിന് ശേഷം വീണ്ടും മാറ്റിയിരുത്തുകയാണ്. ഉച്ചയ്ക്ക് 1 മണി മുതലാണ് യുവതി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ അവകാശം, തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വേണ്ടി അവരവിടെ എത്തിയത്. അവരുടെ അവകാശം നിഷേധിക്കുക മാത്രമല്ല മനുഷ്യത്വവിരുദ്ധമായ സമീപനം കൂടി ഈ യുവതിയോടും കുട്ടിയോടും സ്വീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് LDF ഉദ്യോഗസ്ഥരടക്കം, LDF നേതാക്കളടക്കം ആവശ്യപ്പെടുന്നത്.